കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി കീർത്തിക്ക് നല്ല വാണിംഗ് കൊടുത്തിട്ട് ഗാഥയും കൂട്ടി അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. അന്നേരം കീർത്തി നിർമ്മലയോട് ചോദിക്കണേ, അമ്മേ എന്താ ഇതൊക്കെ, എന്താ അവിടെ നടക്കുന്നത്? ഞാനപ്പോൾ അവളുടെ അരികിലേക്ക് വഴക്കുണ്ടാക്കാൻ പോയത്. അന്നേരം നിർമ്മല പറയണേ, നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം മോളെ, ഇതേ അവൾ ഒപ്പിച്ച പണിയാണ്. നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം, അതാണ് അവളുടെ ഉദ്ദേശം. നമുക്ക് കാണാം ആരെ ഇവിടുന്ന് പുറത്താക്കാൻ പോകുന്നതെന്ന്. അവളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ് നിർമ്മല. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ പുറത്തു നിന്ന് ജനലിലൂടെ അകത്തേക്ക് എത്തി നോക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ഉദയൻ അതുവഴി വരുന്നത്. അങ്ങനെ ഗാഥയെന്നും പറഞ്ഞ് കൃഷ്ണയെ തോണ്ട് വിളിക്കുക. മോളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് പിന്നെ ഞാനേ അകത്ത് നിന്ന് വല്ലാത്ത ചൂടൊക്കെ കൊണ്ട് അസ്വസ്ഥയായി. കുറച്ചു നേരം പുറത്ത് ശുദ്ധമായ കാറ്റൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ വന്നിരുന്നത്. അതെന്താണെങ്കിലും നന്നായി. എന്നാലും മോൾ എങ്ങനെ ഈ കഠിന വ്രതമൊക്കെ എടുക്കുന്നത്? മോളെപ്പോലെ ഇത്രയും വലിയ സൗകര്യങ്ങളൊക്കെ വളർന്ന് വിദേശത്തൊക്കെ പോയി പഠിച്ചൊരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഈ ആചാരങ്ങളൊക്കെ ഇത്രയും ഭംഗിയായിട്ട് അനുഷ്ഠിക്കാൻ പറ്റുന്നത്? അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ദൈവിക കാര്യങ്ങളിലൊക്കെ വലിയ ഭക്തിയാണ്, വിശ്വാസമുണ്ട്. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണ വിശ്വസിച്ച ഈ പൂജകളെല്ലാം ചെയ്യുന്നത്. എനിക്കൊന്നും ഇതുപോലെ ഭക്ഷണം കഴിക്കാതെയുള്ള വ്രതം എടുക്കാനൊന്നും പറ്റില്ല. മോളെന്താണെങ്കിലും ആ കാര്യത്തെ സമ്മതിച്ചേ പറ്റുള്ളൂ. എന്നാലും മോളിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത് എന്തിനാ? എനിക്ക് മനസ്സിലായി, മെഡിറ്റേഷൻ ചെയ്യുമായിരിക്കും അല്ലേ? ഇതുപോലെ മെഡിറ്റേഷനൊക്കെ ഒറ്റയ്ക്കൊന്ന് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട്. അതെ അമ്മ, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. എന്താണെങ്കിലും മോളുടെ മെഡിറ്റേഷൻ നടക്കട്ടെ, ഞാനേ തടസ്സപ്പെടുത്തുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഉദയനകത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം കൃഷ്ണ അവിടെ ആശ്വാസത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും സുമിത്രയും ഗാഥയും നിർമ്മലയും കീർത്തിയൊക്കെ നിന്ന് സംസാരിക്കുന്നതാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇന്ന് സർപ്പക്കാവിലെ മോളെ പൂജ, മോൾക്കറിയാവുന്ന കാര്യമല്ലേ? ഇന്നത്തെ പൂജ വളരെ പ്രധാനപ്പെട്ടതും കഠിനമായിട്ടുള്ള ഒന്നാണ്. മോളെ കൊണ്ട് എന്താണെങ്കിലും അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. ആ വിശ്വാസം മുത്തശ്ശിക്കുണ്ട്. ഈ സമയത്തായിരിക്കോട്ടെ ഉദയനകത്തേക്ക് കയറി വരുന്നത്. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ അവിടെ നിൽക്കുന്ന ഗാഥയെ കണ്ട് ഉദയനെ അങ്ങ് ഞെട്ടിപ്പോകുക. ഇതാരായി നിൽക്കുന്നത്? അന്നേരം സുമിത്ര ചോദിക്കണേ, അതെന്താ ഉദയ അങ്ങനെ ഒരു ചോദ്യം? ഈ നിൽക്കുന്നത് ഗാഥയാണെന്ന് കണ്ടറിയില്ലേ? അല്ല, ഇപ്പം ഞാൻ പുറത്ത് നിൽക്കുന്ന ഗാഥ നമ്മളോട് സംസാരിച്ചിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ ഗാഥ വരുന്നത്? 2 ഗാഥയുണ്ട് ഇവിടെ. ഉദയ, നിനക്ക് എന്താ പറ്റിയത്? എന്താ ഇങ്ങനെ പിച്ചും പേയും പറയുന്നത്? അയ്യോ ഇല്ലെന്ന്, സത്യം ഞാൻ പറയുന്നത്. പുറത്ത് നിൽക്കുന്ന ഗാഥ നമ്മളോട് ഞാൻ ശരിക്കും ഇപ്പോൾ സംസാരിച്ചിട്ട് വന്നേ ഉള്ളൂ. അതല്ലേ അപ്പോൾ ശരിക്കും ഗാഥ? നിർമ്മലെ, നീ എങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഈ വീട്ടിലെ 2 ഗാഥയുണ്ട്, 2 ഗാഥ. അന്നേരം നിർമ്മല പറയണേ, ഇക്കാര്യം ഞാനും നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ? അന്നേരം മുത്തശ്ശി ഉദയനോടും നിർമ്മലോടും ദേഷ്യപ്പെടുക. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഉദയ, നിനക്കിതുപോലെ ഇടക്കുള്ളതാണല്ലോ ഈ രാത്രിക്കർക്ക്. ഇതുപോലെ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അയ്യോ ഇല്ലമ്മേ, ആ ഗാഥ എന്താണെങ്കിലും പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാവരും കൂടി വാ, നമുക്ക് കൈയോടെ പിടിക്കാം. അത് കേട്ട് ഗാഥ അവിടെ നിന്ന് ടെൻഷനാകുവാണ്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ ഒരിടത്തേക്ക് പോകുന്നില്ല, സർപ്പക്കാവിൽ പൂജക്കുള്ള സമയമായി. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ വാ, നമുക്ക് 2 ആൾക്കും കൂടി അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഉദയനെയും കൂട്ടി നിർമ്മല അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം മുത്തശ്ശി നിർമ്മല തടയണേ, അവിടെ നിൽക്കും. സർപ്പക്കാവിലേക്ക് വരാതെ ഒഴിഞ്ഞു മാറാനുള്ള പ്ലാനായിരിക്കുമല്ലേ? മര്യാദയ്ക്ക് എല്ലാവരും വേഗം കാവിലേക്ക് വന്നേക്കണം, പൂജക്കുള്ള സമയമാകാറായി എന്ന് പറഞ്ഞ് ഗാഥയും കൂട്ടി മുത്തശ്ശി സുമിത്രയും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഉദയൻ വീണ്ടും നിർമ്മലയോട് പറയുന്നുണ്ട്, നിർമ്മലെ, സത്യമായിട്ട് ഞാൻ കണ്ടതാ, ഇവിടെ എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. 2 ഗാഥയുണ്ട് ഈ വീട്ടിലും. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ തെളിവോടുകൂടി തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഞങ്ങളെ സർപ്പക്കാവിലേക്ക് ചെല്ലട്ടെ, അല്ലെങ്കിൽ അത് മതി ഇനി ഒരു പ്രശ്നത്തിന്. ഇനി പരിഹാരം ചെയ്യാനും കൂടുതൽ വ്രതം അനുഷ്ഠിക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് കീർത്തിയും കൂട്ടി നിർമ്മല അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അന്നേരം ഉദയനാണെങ്കിൽ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുക. എന്താണെങ്കിലും അവളെ ഇന്ന് കൈയോടെ പിടികൂടണം, പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് അറിയണമല്ലോ. അങ്ങനെ പറഞ്ഞ് ഉദയം പുറത്ത് നേരത്തെ കൃഷ്ണ വന്ന് നിന്ന സ്ഥലമുണ്ടല്ലോ അവിടെ വന്ന് നോക്കുവാണ്. ഈ സമയം കൃഷ്ണ അവിടെ നിന്ന് മാറി മതലിൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുമായിരിക്കും. ഉദയനാണെങ്കിൽ അവിടെ എല്ലാം നോക്കുന്നുണ്ട്. ഗാഥ മോളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുവാണ്. ചേടാ കാണുന്നില്ലല്ലോ, ഇനി എനിക്ക് തോന്നിയതായിരിക്കുമോ ഇതിൻ്റെ മറുമായം എന്നും പറഞ്ഞ് കയ്യിൽ പതിയെന്നുള്ളി അവിടെയെല്ലാം വീണ്ടും നോക്കുവാണ്. അന്നേരം ആ ഇരുട്ടൊക്കെ കാണുമ്പോൾ ഉദയന് ചെറുതായിട്ടൊന്ന് പേടിയാവുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഗാഥയെ കണ്ടുപിടിക്കുന്നതിൽ പ്രധാനം എനിക്കെൻ്റെ ജീവനല്ലേ, ഈശ്വര ഭഗവാനെ എന്ന് പറഞ്ഞ് ഉദയനകത്തേക്ക് ഓടിപ്പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് സർപ്പക്കാവിലെത്തുന്ന മുത്തശ്ശീനെയും ഗാഥേനെയും നിർമ്മലയൊക്കെയാണ് കേട്ടോ. അന്നേരം കൃഷ്ണയും അവിടെ എത്തുന്നുണ്ടാവും. കൃഷ്ണയും കുറച്ചങ്ങ് ദൂരെ മരങ്ങളുടെ ഇടയിൽ മറിഞ്ഞു നിന്ന് ഇതെല്ലാം നോക്കുന്നുണ്ടാവും കേട്ടോ. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, നിർമ്മലയും കീർത്തിയും കൂടി പൂജക്കായിട്ടുള്ള ഈ പൂക്കളെല്ലാം താളത്തിലെടുത്ത് വെക്ക്, പിന്നെ അവിടെയൊക്കെ ഒന്ന് വിളക്ക് കൊളുത്തി വെക്കുകയും വേണം. അന്നേരം കീർത്തി ചോദിക്കുന്നുണ്ട്, അല്ല ഗാഥയൊന്നും ചെയ്യണ്ടേ? ഗാഥ മോൾക്ക് ചെയ്യാനുള്ളതെല്ലാം അവൾക്ക് നല്ലപോലെ അറിയാം, അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സുമിത്രേ, എന്നാൽ പിന്നെ നമുക്ക് പൂജാരി വരുന്നതിന് മുമ്പ് പൂജാമുറിയിൽ വിളക്കുകളും കൂടി ഒന്ന്
തെളിയിച്ച് വെച്ചേക്കാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും പൂജാമുറിയിലെ വിളക്ക് തെളിയിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുവാണ്. ഈ സമയം നിർമ്മലയും കീർത്തിയും കൂടി അവിടെ പൂക്കളൊക്കെ ഒരുക്കി അതൊക്കെ കിള്ളിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം ഗാഥ മനസ്സിൽ പറയുന്നുണ്ട്, ഈ പൂജയ്ക്ക് എങ്ങനെയെങ്കിലും തടസ്സം ഉണ്ടാക്കണം. പൂജയ്ക്ക് തടസ്സം ഉണ്ടായാൽ സർപ്പകോപം ഉണ്ടാകും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സർപ്പങ്ങൾ കൃഷ്ണയെ തേടിയെത്തും, അവളെ കൊന്നുകളഞ്ഞോളും. അത് തന്നെ എനിക്ക് വേണ്ടത്. എങ്ങനെ ഈ പൂജയ്ക്ക് വിഘ്നം വരുത്തുക എന്ന് പറഞ്ഞ് ഗാഥ അവിടെ താഴ്ത്തിരുന്ന് ആലോചിക്കുവാണ്. ഈ സമയത്ത് കീർത്തി അവിടെ അരികിൽ തന്നെ ഇരുന്ന് പൂക്കളൊക്കെ കിള്ളിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഗാഥക്ക് ഒരു ഐഡിയ തോന്നുവാണ് കേട്ടോ. ഗാഥ പതിയെ അവിടെ പൂക്കളൊക്കെ കിള്ളാൻ വെച്ചിരുന്ന കത്രിക എടുത്തിട്ട് കീർത്തിയുടെ മുടി കുറച്ചിങ്ങനെ മുറിച്ചെടുക്കുവാണ്. ഇതെല്ലാം അവിടെ നിന്ന് നോക്കുന്ന കൃഷ്ണയും കാണുന്നുണ്ടാവും. കൃഷ്ണയാണെങ്കിൽ ഇതെന്ത് ചെയ്യാനുള്ള പുറപ്പാടാണെന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കുവാണ്. ആ സമയം കൊണ്ട് തന്നെ ഗാഥ കീർത്തിയുടെ കുറച്ച് മുടി മുറിച്ച് കയ്യിലൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും കേട്ടോ. പിന്നീട് കീർത്തി പൂവൊക്കെ കിള്ളിക്കഴിഞ്ഞ് അതെല്ലാം കാവിൻ്റെ അരികിലേക്ക് വെക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ആ സമയം അവിടെ പൂജാരിക്ക് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തട്ടിലെ പൂക്കളുടെ ഇടയിലേക്ക് ഈ മുടി വെട്ടി കുറച്ച് മുടിയും കൂടി പൂക്കൾക്കിടയിലേക്ക് ഒളിപ്പിച്ച് വെക്കുവാണ്. ഇതുകൊണ്ട് ഞെട്ടിലോട് കൂടി നിൽക്കുവാണ് കേട്ടോ കൃഷ്ണ. ഭഗവാനെ, എന്തൊരു തെറ്റാഘാതമായിട്ട് ചെയ്യുന്നത്, എന്ത് വലിയ പാപം ഇത്. എന്താണെങ്കിലും ഇതിൻ്റെ ഫലമായിട്ട് സർപ്പകോപം ഉണ്ടാവും. ഗാഥാമേഡത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഈ ചെയ്ത കാര്യം സർപ്പ ഭഗവാനെ ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. ഈ സമയം ഗാഥയാണെങ്കിൽ പൂജ മുടക്കാനായിട്ട് ഒപ്പിച്ച പണിയിൽ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ അവിടെ. പിന്നീട് കാണിക്കുന്നത് ഗാഥ തിരിച്ചു വരാത്തതിൻ്റെ ടെൻഷനിൽ നിൽക്കുന്ന സിനീനെയാണ് കേട്ടോ. ഈ സമയം സിത്താര ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടാവും. 2-3 മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ന്. അതെല്ലാം കഴിഞ്ഞ് ആകെ അങ്ങ് ടയേർഡായി പോയി. എന്നിട്ട് സിത്താര മുകളിലേക്ക് നോക്കുക. അല്ല, ഗാഥയുടെ അവൾ റൂമിലാണോ? അന്നേരം സിനിയെ പേടിച്ച് പറയണേ, അത് പിന്നെ ഗാഥമ്മയുടെ ഇവിടെ ഇല്ല. എവിടെ പോയി? പുറത്തേക്ക് പോയോ? അത് പിന്നെ എന്താ സിനി, എന്താ പ്രശ്നം? എന്താ നീ ഇങ്ങനെ മറക്കാൻ ശ്രമിക്കുന്നത്? ഗാഥ മാഡം കളരിക്കിലേക്കാണ് പോയിരിക്കുന്നത്. കളരിക്കിലോ? എന്തിനങ്ങോട്ട് പോയത് അവള്? അത് എനിക്കറിയില്ല. പോണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പിന്നെ നീ ഇവിടെ എന്തിനുണ്ടായതാ? നിനക്ക് അവളെ തടയാൻ പാടില്ലായിരുന്നോ? അതിനല്ലേ നിന്നെ ഞാനിവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. മാഡം നീ ഇനി ഒന്നും പറയണ്ട. എനിക്ക് നിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കേൾക്കണ്ട. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ? നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് മാത്രമല്ല, നിന്നെ ഞാൻ ഭൂമിയിൽ തന്നെ വെച്ചേക്കില്ല. ആദ്യം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എന്നിട്ടാകാം നിന്നോട് ബാക്കി പറയുന്നതൊക്കെ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ സിത്താര അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ടെൻഷനോട് കൂടി നിൽക്കുവാണ് സിനി. പിന്നീട് കാണിക്കുന്നത് പൂജയുടെ ഒരുക്കങ്ങൾക്കും മറ്റുമായിട്ട് പൂജാരിമാരും തിരുമേനികളും പിന്നെ മുത്തശ്ശി സുമിത്രയും എല്ലാവരും അവിടെ എത്തുവാണ് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ കീർത്തി നിർമ്മലയൊക്കെ അവിടെ പൂക്കളൊക്കെ ഒരുക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. അന്നേരം തിരുമേനി പൂജകളൊക്കെ ആരംഭിക്കുവാണ്. പൂജാമുറിയിൽ തിരികളെല്ലാം തെളിച്ചില്ലേ? അതേന്ന് മുത്തശ്ശി പറയുക. ആ സമയം തിരുമേനി പറഞ്ഞേ, ഇനി ആ തട്ടിലെ പൂക്കൾ എടുത്തോളൂ. അങ്ങനെ കീർത്തി ആ പൂക്കളെടുത്ത് തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അതിൽ നിന്നും കുറച്ച് പൂവെടുത്ത് പൂജകൾ ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും തിരുമേനിക്ക് അതിലൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ മുടികൾ കിട്ടുന്നത്. അതുകണ്ട് അശുഭം എന്നും പറഞ്ഞ് തിരുമേനി അത് തട്ടിമാറ്റുവാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടുവാണ്. അന്നേരം തിരുമേനി പറയണേ, ഈ പൂജ മനഃപൂർവ്വം തടസ്സപ്പെടുത്താനായിട്ട് ആരോ ശ്രമിച്ചിരിക്കുന്നു, ദേ കണ്ടില്ലേ എന്നും പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ അതിൽ മുടി വന്നത് കണ്ട് എല്ലാവരും ഞെട്ടലോടുകൂടി നിൽക്കുവാണ്. ഈ സമയം അത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കേട്ടോ ഗാഥ. അന്നേരം മുത്തശ്ശി ദേഷ്യത്തിൽ നിർമ്മലയോട് ചോദിക്കണേ, നിർമ്മലേ, കീർത്തി നിങ്ങളോട് രണ്ടുപേരോടല്ലേ പൂക്കളൊരുക്കാൻ പറഞ്ഞത്? പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? അയ്യോ അമ്മേ, സത്യമായിട്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഒരുക്കിയപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് സുമിത്ര കീർത്തിയുടെ മുടി ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആ മുടിയാണ് മുറിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാകുവാണ് കേട്ടോ. പൂക്കൾക്കിടയിൽ മുടി മുറിച്ചിട്ട് പൂജ തടസ്സപ്പെടുത്താൻ നോക്കിയത് കീർത്തിയാണെന്ന് അവരെല്ലാവരും വിചാരിക്കുവാണ്. ഈ കാര്യം കാണുന്നതും നിർമ്മലയും കീർത്തി അങ്ങ് ഞെട്ടലോടുകൂടി എന്താ സംഭവിച്ചതെന്നറിയാതെ പകച്ചു നിൽക്കുവാണ് കേട്ടോ. അതുകൊണ്ട് കൃഷ്ണയും ആകെ സങ്കടത്തോടെ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ പൂജ മുടങ്ങി തടസ്സപ്പെടുത്തതിൻ്റെ സന്തോഷത്തിൽ കൃഷ്ണയ്ക്ക് എന്താണെങ്കിലും സർപ്പദർശനം ഏക്കും എന്നുള്ള വിശ്വാസത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഗാഥ. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോയും എപ്പിസോഡ് റിവ്യൂ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.